ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നല്ലൊരു സുപ്രഭാതം ഞാൻ നേരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് ലെവലിലേക്ക് ഒരു ടോപ്പിക് പറയാൻ പോവുകയാണ്. അത് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളാണ്. അപ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കൗമാര പ്രശ്നങ്ങൾ, കുട്ടികളിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങൾ, ഇതെല്ലാം മാതാപിതാക്കൾ ട്രാക്ക് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ പാർട്ട്ണറും അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. വെരി സൂൺ ഞങ്ങളത് ലൈവ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ അത്യാവശ്യം ഡിസിഷൻ മേക്കേഴ്സ് ആവുക, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഭയം, അവരുടെ ഉള്ളിലുള്ള ആ ഒരു അപ്രിഹെൻഷൻ, ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്ത് തീർക്കുക, അത് നമ്മൾ ആ പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ് എങ്ങനെ ആവണം, പിന്നെ അതുപോലെ ഒരു സിറ്റുവേഷൻ, ഒരു ഹസാർഡസ് അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് സിറ്റുവേഷൻ നേരിടുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ നല്ല സിറ്റിസൻസായിട്ടും അവരെ നല്ല മെച്യൂർഡായിട്ടുള്ള അഡൾട്ട്സായിട്ടും നമ്മൾ വളർത്താനുള്ള ഒരു ബൂസ്റ്റപ്പ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൗമാര പിള്ളേർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അവർക്ക് റെസ്പെക്റ്റ് ഇല്ല. അവർക്ക് ഈ പറയുന്ന കൗമാര പിള്ളേർക്ക് അത്തരം ആംബിയൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവാനുള്ള, അവർക്ക് ആ ഒരു ഗുരുത്വം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേരൻസിനോട് കാണുമ്പോൾ ഒരു ബഹുമാനം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം വേണം, ദൈവത്തോടൊരു ഭയം വേണം. നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ അത് വിവേചിച്ചറിയാനുള്ള ഒരു കരുത്ത്, അത് അവരിൽ നിന്നോട് നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്ത് നല്ല സിറ്റിസൻസായി വളരാനും, പ്രത്യേകിച്ച് അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ, ആ ഒരു അതല്ല, നമ്മൾ എപ്പോഴും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ടേക്ക് മാത്രമായിരിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഭാഗത്തു നിന്നും നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതും ഏറ്റവും വളരെ നല്ല ബെസ്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യും, നമുക്ക് എങ്ങനെ നല്ല ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും വിത്ത് ഗുഡ് ഇൻപുട്സ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഒരു അപ്കമ്മിങ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കില്ല. എക്സ്പ്ലോറേഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നോളജി ഈസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കൗമാര പ്രശ്നങ്ങൾ, മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഫേസ്, അവർക്ക് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരെന്തിനാണ് ഇങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്ത, അവർക്ക് ഒരു ഫ്രീഡം കിട്ടണ്ടേ, അവർക്ക് ഫ്രീഡം എടുക്കണ്ടേ എന്നുള്ളൊരു രീതി, അതായത് ഹെൽത്തി ഫ്രീഡം ആൻഡ് അൺഹെൽത്തി ഫ്രീഡം തമ്മിലുള്ള വ്യത്യാസം അവരറിയുന്നില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന കൂട്ട് കുറേയൊക്കെ ലാക്ക് ഓഫ് അവെയർനെസ് ആണ്. നമ്മൾ ആ ഒരു മേഖല കവർ ചെയ്ത് നമ്മൾ അത്യാവശ്യം നല്ല ട്രെയിനിങ് കൊടുത്ത് പിള്ളേരെ നല്ല രീതിയിൽ സെൽഫ് സഫിഷ്യൻ്റായിട്ടും സ്മാർട്ടായിട്ടും അത്യാവശ്യം നല്ല കരുത്തോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള, അതായത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ പേഴ്സണാലിറ്റി, ഓവറോൾ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു പ്രീ ലോഡ് മാത്രം ആണ്. നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അത്തരം വർക്ക്ഷോപ്സ്, നമ്മൾ അത്തരം സ്മോൾ സെമിനാർസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും അവനവൻ്റെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. അത് ഏത് മേഖലയായിരുന്നാലും, ജോലിയായിരുന്നാലും, വീട്ടിലായിരുന്നാലും, ഈവൻ ഒരു സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും, എവിടെ ആയിരിക്കോട്ടെ, ഈവൻ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന തൊട്ട് മുതിർന്ന വ്യക്തികൾ, വയോജനങ്ങളായിരുന്നാൽ പോലും അവരുടേതായ കോൺട്രിബ്യൂഷൻസ്, അവർ പ്രായം ചെന്നവരാണ്, അവർക്ക് ഒത്തിരി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഒരുപാട് അറിവിൻ്റെ സമ്പത്തുള്ളവരാണ്. അപ്പോൾ അവരുടെ ആ പിരിമുറുക്കങ്ങൾ വളരെ
ഹാസ്യപരമായിട്ടും വളരെ നല്ല ലൈറ്റായിട്ടും എടുക്കാൻ നമ്മൾ അവരെ സമീപിച്ച് നമ്മളായിട്ട് അവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അന്ന് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഉപദേശങ്ങൾ തേടുക. മുതിർന്ന വ്യക്തികളിൽ നിന്നും അനുഗ്രഹങ്ങളായിട്ട് ഉപദേശങ്ങൾ തേടുക. അത് നമുക്ക് എപ്പോഴും അനുഗ്രഹമായിട്ടേ മാറത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലെല്ലാം വരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം.